നമസ്കാരം. നിയമബോധിയിലേക്ക് സ്വാഗതം. വഖഫ് നിയമ ഭേദഗതിയാണല്ലോ ഇപ്പോഴത്തെ ശ്രദ്ധാവിഷയം. വഖഫ് നിയമത്തിന് 1995 കൊണ്ടുവന്ന ഭേദഗതികൾ വഖഫ് ബോർഡിന് പരമാധികാരം നൽകുന്നതായിരുന്നു. അവർക്ക് യുക്തമായ കാര്യങ്ങൾ തീരുമാനിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അതനുസരിച്ചുള്ള അധികാരത്തെ ചില വഖഫ് ബോർഡുകൾ ദുരുപയോഗം ചെയ്തു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ സംവാദ വിഷയമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ചില ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള ഭൂമികൾ, ഹൈക്കോടതികളോടനുബന്ധിച്ചുള്ള ഭൂമി, അതുപോലെ ചില പ്രദേശങ്ങൾ മുഴുവനും തന്നെയും, തമിഴ്നാട്ടിലെ തിരുച്ചിന്തറൈ ഉള്ള പ്രദേശങ്ങൾ മുഴുവനും തന്നെയും വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചതോടെയാണ് ആ നിയമത്തെപ്പറ്റി ഒരു തർക്കം ഉടലെടുത്തത്. യഥാർത്ഥത്തിൽ വഖഫ് എന്നുള്ളത് ഒരു ഗിഫ്റ്റ് ആണ്. അത് ഒരു ഇസ്ലാമായിട്ടുള്ള ഒരാൾക്ക് തൻ്റെ പ്രോപ്പർട്ടി, സ്ഥാവരമോ ജംഗമോ ആയിട്ടുള്ള സ്വത്തിൻ്റെ ദാനം, ഭക്തിപരമോ മതപരമോ ജീവകാരുണ്യപരമോ ആയിട്ട് ഉപയോഗിക്കുന്നതിന് ദാനം ചെയ്യുന്നതിനെയാണ് ഒരു വഖഫ് ക്രിയേഷൻ ആയിട്ട് പറയാവുന്നത്. നമ്മുടെ ട്രസ്റ്റിൻ്റെ ഏകദേശ ഇസ്ലാമിക പതിപ്പാണ് ഈ വഖഫ്. എന്നാൽ ഈ വഖഫ് രൂപീകരണത്തോടുകൂടി അവർക്ക് ലഭിച്ച അപ്രമാദിത്വം, നിയമപരമായ പരമാധികാരം പല കേന്ദ്രങ്ങളിലും പല സ്ഥലങ്ങളിലും ഈ പ്രോപ്പർട്ടി വഖഫിൻ്റേതാണ് എന്ന് അവകാശപ്പെടുവാൻ ചില വഖഫ് ബോർഡുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിലെ ബുദ്ധിമുട്ടായി വന്നത്. ഈ വഖഫ് ബോർഡ് രൂപീകരിക്കാൻ നിയമം വഖഫ് ആക്ട് അനുവദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വഖഫ് ബോർഡ് ഉപയോക്താവിൻ്റെ വഖഫ് ഉണ്ട്, അല്ലെങ്കിൽ അനന്തരാവകാശത്തിൻ്റെ വഖഫ് ഉണ്ട്. അങ്ങനെയുള്ള അനന്തരാവകാശം വഖഫായിട്ട് ഒക്കെ പ്രഖ്യാപിക്കാൻ കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇസ്ലാം ആചരിക്കുന്ന ഒരാൾക്ക് സാധിക്കൂ എന്നാണ് പുതിയ ബില്ലിൽ പറയുന്നത്. നേരത്തെ അങ്ങനെയൊരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കൂടാതെ സർക്കാർ സ്വത്തിനെ വഖഫായി പ്രഖ്യാപിക്കാനുള്ള കാര്യത്തിൽ ഒരു അല്പം റെസ്ട്രിക്ഷൻ ഈ പുതിയ ബില്ലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അഥവാ ഡിസ്ട്രിക്ട് കളക്ടർക്ക് മേൽനോട്ടം വഹിക്കാൻ സാധിക്കും, ഓവർലുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് പുതിയ ഭേദഗതി വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ സർക്കാർ സ്വത്തുക്കൾ വഖഫ് ബോർഡിന് കീഴിലേക്ക് മാറ്റുന്നതിന്, അല്ലെങ്കിൽ വഖഫ് സ്വത്താണെന്ന് പറഞ്ഞ് മാറ്റുന്നതിന് നിയന്ത്രണം വരുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇതിലും പ്രാധാന്യമുള്ളത് മുൻപ് ഉണ്ടായിരുന്ന നിയമത്തിൽ 40-ാം വകുപ്പിൽ ഒരു സ്വത്ത് വഖഫ് ആണോ എന്ന് നിർണയിക്കുവാനുള്ള അധികാരം, അതൊരു പരമാധികാരമായിട്ട് വഖഫ് ബോർഡിന് ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. ഈ ബിൽ ആ നിയമവ്യവസ്ഥ എടുത്ത് കളയുകയാണ്. അങ്ങനെ ഒരു പരമാധികാരം ഇനി മുതൽ വഖഫ് ബോർഡുകൾക്ക് ഉണ്ടാവുകയില്ല. അങ്ങനെ വരുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു വഖഫ് ബോർഡ് പ്രഖ്യാപിക്കുന്ന ഭൂമിയെ പറ്റിയുള്ള വെല്ലുവിളി, അത് ചലഞ്ച്, ആ സംഭവം ഒന്ന് റദ്ദാക്കാനായിട്ട് നമ്മൾ സമീപിക്കണമെങ്കിൽ മുൻപൊക്കെ കോടതികളെ സമീപിക്കാൻ പ്രയാസമായിരുന്നു, പറ്റില്ലെന്ന് പറയാം. ഉന്നത കോടതികളെ സമീപിക്കേണ്ടിയിരുന്നു. വഖഫ് ട്രൈബ്യൂണലിനായിരുന്നു അതിനുള്ള അധികാരം. വഖഫ് ട്രൈബ്യൂണലിലാവട്ടെ കോടതി പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു. അവിടെ അഭിഭാഷകർക്ക് ഗൗണൊക്കെ അണിഞ്ഞ് വാദിക്കുവാനും മറ്റുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് തമ്മിലുള്ള തർക്കം എന്ന് പറയുന്നത് തീരെ ചുരുങ്ങിയ വിഷയങ്ങൾ, അതായത് മതപരമായ തർക്കം ആയിട്ട് മാത്രം പരിഗണിക്കപ്പെടുന്ന രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ വഖഫ് ബോർഡ് അങ്ങനെയുള്ള ഒരു നിയമമല്ല. വഖഫ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി സംബന്ധിച്ച്, അതൊരു മതപരമായ ചടങ്ങല്ല. പ്രോപ്പർട്ടി സംബന്ധിച്ച് അത് വഖഫായിട്ട് മതകാര്യങ്ങൾക്കോ ആചാരപരമായ കാര്യങ്ങൾക്കോ എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനത്തിനോ തൻ്റെ പ്രോപ്പർട്ടി ഒരു ബോർഡിന് ദാനം ചെയ്യാൻ ഇസ്ലാമിനെ അനുവദിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു ആചാരപരമായ കാര്യമായി നമുക്ക് കാണുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ കേസിൽ അനിസ്ലാമികമായിട്ട് ഒരു ഇസ്ലാമിലല്ലാത്ത ഒരാൾക്ക് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ പരിഗണന നൽകുന്നത് വലിയ കാര്യമൊന്നും ആവേണ്ടതില്ല. കാരണം പലപ്പോഴും ഹിന്ദു മാനേജ്മെൻറ്റിൽ വരുന്ന പ്രോപ്പർട്ടികളുടെ മേലുള്ള അവകാശത്തിന്മേലാണ്
ഈ തർക്കങ്ങളൊക്കെ തീരുമാനം വരുന്നത്. വഖഫ് ബോർഡ് ഒരു തീരുമാനം എടുക്കുമ്പോഴും പലപ്പോഴും ആരാധനാലയങ്ങളോട് സമീപമുള്ളത് അല്ലെങ്കിൽ ആചാരപരമായി കൈവശമുള്ളത് ആയിട്ടുള്ള ഭൂമിയൊക്കെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനാണ് ഇപ്പോൾ ഈ ഇതര മതസ്ഥരായ ആളുകളെ കൂടി അതിൻ്റെ കൗൺസിലിൽ മെമ്പർഷിപ്പ് നൽകുന്നതിനുള്ള രീതിയില്ല. വലിയ ഭൂരിപക്ഷമൊന്നുമില്ല, ഒരാൾ അല്ലെങ്കിൽ 2 പേര് എന്നൊക്കെയാണ് വന്നിട്ടുള്ളത്. വഖഫിൻ്റെ ചുമതലയുള്ള കേന്ദ്ര മന്ത്രിക്ക് ഈ കേന്ദ്ര വഖഫ് കൗൺസിലിൻ്റെ ചുമതലയുണ്ട്, ചെയർപേഴ്സൺ ആയിരിക്കും. അങ്ങനെ ഒരു കാര്യം വരുന്നത് കൊണ്ട് കേന്ദ്ര വഖഫ് കൗൺസിൽ ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾ വരണമെന്നില്ല ചെയർപേഴ്സൺ ആയിട്ട് എന്നുള്ളൊരു മാറ്റം ഇതിൽ വരുന്നുണ്ട്. എല്ലാ കൗൺസിൽ അംഗങ്ങളും മുസ്ലിങ്ങളായിരിക്കണമെന്ന് പറയുന്നുണ്ട്. കൂടാതെ 2 സ്ത്രീകളെങ്കിലും അതിൽ ഉണ്ടായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. അത് പുതിയൊരു നിയമമാറ്റമാണ്. 2 സ്ത്രീകളെ അതിൽ ഉൾപ്പെടുത്തുക. പിന്നെ നിയമിക്കപ്പെട്ട MP-മാർ, ജഡ്ജിമാർ, പ്രമുഖ വ്യക്തികൾ എന്നിവർ ഈ കൗൺസിലിൽ വരാം. അവർ മുസ്ലിങ്ങളായിരിക്കണമെന്നില്ല എന്നുകൂടി പറയുന്നുണ്ട്. പറഞ്ഞല്ലോ, ഒരു വഖഫ് ബോർഡ് അതിൻ്റെ പ്രോപ്പർട്ടിയിലുള്ള അധികാരത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിക്കാറുള്ളത് അല്ലെങ്കിൽ തീരുമാനിക്കാറുള്ളത്. അതിന് ഈ പറയുന്നത് പോലെ ഒരു മതപരമായ ചടങ്ങായിട്ട്, മതപരമായ തീരുമാനമായിട്ട് നിശ്ചയിക്കാനേ പറ്റില്ല. വഖഫ് എന്ന പേരുണ്ടെങ്കിലും അത് ഒരു മുസ്ലിം ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ മുസ്ലിം നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ടുള്ള ഒരു ട്രസ്റ്റ് പോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അതിൽ മതപരമായ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ മതം ഉപയോഗിച്ചുള്ള ഒരു നിയന്ത്രണത്തിനേക്കാൾ നിയമപരമായിട്ട് വസ്തുവിൻ്റെ അവകാശം കാണുന്ന ഒന്നാണെന്ന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചതെന്ന് കരുതാം. കൂടാതെ ഷിയകൾ, സുന്നികൾ, മുസ്ലിങ്ങളിലെ പിന്നോക്ക വിഭാഗങ്ങൾ അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ ഓരോരുത്തരെയെങ്കിലും ഈ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണമെന്നും അവർക്ക് ആവശ്യമെങ്കിൽ പ്രത്യേകം വഖഫ് ബോർഡുകൾ രൂപീകരിക്കണമെന്നും ഉള്ള രീതിയിൽ നിയമത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പിന്നെ ട്രൈബ്യൂണലുകളുടെ ഘടനയ്ക്ക് ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ചെയർമാൻ ജില്ലാ സെഷൻസ് അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കണം. സിവിൽ ജഡ്ജിക്ക് തുല്യമായ റാങ്കുള്ള ആളായിരിക്കണം. അപ്പോൾ ഒരു മജിസ്ട്രേറ്റോ അതിന് മുകളിലുള്ള ആളോ ആയിരിക്കണം ഇതിൻ്റെ ട്രൈബ്യൂണലുകളുടെ ചെയർമാൻ. അപ്പോൾ അതിന് ഒരു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന് തുല്യമായ സ്റ്റേറ്റ് ഓഫീസർ ഉണ്ടാവും. മുസ്ലിം നിയമത്തിലും നിയമശാസ്ത്രത്തിലും അറിവുള്ള വ്യക്തി ഈ ട്രൈബ്യൂണലിൽ ഉണ്ടാവും. പിന്നെ അതിന് ഇപ്പോൾ പിന്നെ നിലവിലെ അല്ലെങ്കിൽ മുൻ ജില്ലാ ജഡ്ജി, ജില്ലാ കോടതി അതിൻ്റെ ചെയർമാനായി വരാം പുതിയ ബില്ല് പ്രകാരം. അല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ള ഒരാളെയും ഇതിൽ നിയോഗിക്കാം എന്ന് പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ട്രൈബ്യൂണലുകളിലെ ഉത്തരവിന്മേലുള്ള അപ്പീലുകൾ അന്തിമമായിരുന്നു നേരത്തെ. ഇപ്പോൾ കോടതികളിൽ അതിനെതിരെ അപ്പീൽ ഹൈക്കോടതിക്കോ ബോർഡിൻ്റെ അപേക്ഷയിൽ പരാതിക്കാരന കക്ഷിയുടെ കാര്യത്തിൽ ഹൈക്കോടതിക്ക് പരിഗണിക്കാം. ഇപ്പോൾ ബില്ലിൽ ട്രൈബ്യൂണലിൻ്റെ തീരുമാനങ്ങൾ അന്തിമമാണെന്നുള്ള ആ ഒരു നിർദ്ദേശം അവസാനിപ്പിച്ചു. ട്രൈബ്യൂണലിൻ്റെ തീരുമാനങ്ങൾ സാധാരണ കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നത് പോലെ ഏത് വിധേനയും ചലഞ്ച് ചെയ്യാം എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബോർഡിൻ്റെ തീരുമാനങ്ങളും മുൻപ് കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നതിന് പകരം ട്രൈബ്യൂണലിലായിരുന്നു പോകേണ്ടിയിരുന്നത്. ഇപ്പോൾ അതിനും മാറ്റം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിന് ചില അധികാരങ്ങൾ, രജിസ്ട്രേഷൻ സംബന്ധിച്ച അധികാരങ്ങൾ, വഖഫ് അക്കൗണ്ടുകളുടെ പ്രസിദ്ധീകരണം സംബന്ധിച്ച അധികാരങ്ങൾ, വഖഫ് ബോർഡുകളുടെ നടപടികളുടെ പ്രസിദ്ധീകരണം എന്നിവ സംബന്ധിച്ച നിയമങ്ങൾ ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിനെ അധികാരപ്പെടുത്തുന്നുണ്ട് പുതിയ ബില്ല്. കൂടാതെ ഏറ്റവും പ്രധാനം, വഖഫ് ബോർഡുകളുടെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാനുള്ള സംവിധാനവും കൂടി പുതിയ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ തലത്തിലും നമുക്കൊന്ന് നിരീക്ഷിച്ചാൽ വഖഫ് ബോർഡുകളുടെ അപ്രമാദിത്വം, അവിടെ ഉണ്ടായിരുന്ന ഒരു പരമാധികാര ബോധം, അത് നിയന്ത്രിക്കപ്പെടുക തന്നെ ചെയ്യാനാണ് ബിൽ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതിനുമപ്പുറം ഈ വഖഫ് ബോർഡുകളുടെ പ്രവർത്തനം ദുരുപയോഗം ചെയ്തുകൊണ്ട് അത് കേവലം ഒരു വഖഫ് അഥവാ ട്രസ്റ്റ് പ്രോപ്പർട്ടിയുടെ ഭരണാധികാരം അത് സംബന്ധിച്ച് അതിൻ്റെ അവകാശം സംബന്ധിച്ച കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്ന് ക്ഷേത്ര ഭൂമികളും അല്ലെങ്കിൽ കോടതി സർക്കാർ ഭൂമികളുമൊക്കെ അവകാശപ്പെടുന്ന ഒരു പ്രദേശം തന്നെ അവകാശപ്പെടുന്ന നിലയിലേക്ക് ദുരുപയോഗം വരുന്നതും പെട്ടുകൊണ്ടാവണം ഈ പ്രകാരത്തിലൊരു ഭേദഗതി വന്നത് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. നിയമപ്രകാരം നിരീക്ഷിച്ചാൽ ഒരു നിയമം കൊണ്ട്
അപ്രമാദിത്വമുള്ള പരമാധികാരം നൽകുന്നത് ഒരു മേഖലയിലും അത് ശാശ്വതമായിരിക്കണമെന്നില്ല. അതിന് അങ്ങനെ അപ്രമാദിത്വം കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഒരു നിയമവ്യവസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഭേദഗതികളെ നമ്മൾ പോസിറ്റീവായിട്ട് ക്രിയാത്മകമായി കാണുകയായിരിക്കും ഉചിതം എന്ന് നിയമബോധിക്ക് തോന്നുന്നു.